ഒരു 3-4 സ്ഥലത്ത് ഷംസുലുലമൻ്റെ പേര് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് സുന്നത്തെ മഅത്താവുന്നില്ല. ഷംസുലുലമയുമായി നല്ല ബന്ധം സ്ഥാപിച്ചവരാണ് എന്നുള്ളത് കൊണ്ടും സുന്നത്തെ മഅത്താവില്ല. ഷംസുലുലമയുടെ ആശയവുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകണം. അപ്പോഴാണ് സുന്നത്തെ മഅത്താവുക. നൗഷാദ് പറയുന്നുണ്ട് ഷംസുലുലമയുമായി കൊണ്ട് വലിയ ബന്ധം സ്ഥാപിച്ചവരാണ് പാണക്കാട്. പാണക്കാട്ടുകാർ ഒരുപാട് ആളുകളുമായി കൊണ്ട് ബന്ധം സ്ഥാപിച്ചവരാണ്. ഷംസുലുലമ മാത്രമൊന്നല്ല, AP ഉസ്താദുമായി കൊണ്ടും അതുപോലെ തന്നെ എല്ലാ ജാതികളുമായി കൊണ്ടും എല്ലാവരുമായി കൊണ്ട് വലിയ ബന്ധം സ്ഥാപിച്ചവരാണ്. അതിന് തർക്കമൊന്നുമില്ല. ഷംസുലുലമയുമായി വലിയ ബന്ധം സ്ഥാപിച്ചവരാണ് മഹാന്മാരായ പാണക്കാട് സാദാതീങ്ങൾ. അവരെ യോഗ്യത പറയാൻ നമ്മളാരും പോകണ്ട. അവരെ യോഗ്യത പറയാൻ പോണ്ട. പക്ഷെ സുന്നത്ത് ജമാഅത്തിന് ഘടക വിരുദ്ധമായി കൊണ്ട് ആര് ചെയ്താലും പറയണമെന്ന് നൗഷാദ് തന്നെ പറയലുണ്ട് പലപ്പോഴും. ഏതായാലും നൗഷാദ് ഒന്ന് പറഞ്ഞോട്ടെ. പണ്ഡിതന്മാർ അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കണം. പണ്ഡിതന്മാർക്കൊരു ഉത്തരവാദിത്വമുണ്ട് ഇവിടെ. അതെന്താണ്? ജനങ്ങളെ ശരിയായ ദീനിലേക്ക് കൊണ്ടുവരണം. വഹാബി ജമാഅത്ത് പോലെയുള്ള പുത്തൻവാദികളിൽ നിന്ന് ജനങ്ങളെ അകറ്റണം. അതാണ് പണ്ഡിതന്മാരുടെ ഉത്തരവാദിത്വം. അത് പറഞ്ഞത് കറക്റ്റാണ്. പണ്ഡിതന്മാരെന്ത് ചെയ്യണം? വഹാബി, ജമാഅത്ത്, മുജാഹിദ്, നിരീശ്വരവാദി, സകല അലവരാദികളിൽ നിന്നും കള്ളത്തൊരീക്കത്തുകാരിൽ നിന്നും ഒക്കെ എന്ത് ചെയ്യണം? നല്ലവരായ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത് അവരതിൽ നിന്നും മാറ്റണം. അതാണ് പണ്ഡിതന്മാരുടെ ഉത്തരവാദിത്വം. അതാണ് അതിൻ്റെ കറക്റ്റ്. ഇപ്പോൾ വളരെ രസകരമായൊരു സംഭവം അത് പറയട്ടെ. രസകരമായ സംഭവം പറയട്ടെ. ഈ പരിശുദ്ധമായ റമദാനു ശരീഫിൽ നമുക്ക് ബോധ്യപ്പെട്ടത്, ഇത്തരം പുത്തൻ പ്രസ്ഥാനക്കാരായ ആളുകളെ ഒരുമിച്ച് കൂട്ടിയിരുത്തി അവരുടെ പങ്കാളിത്തത്തോടുകൂടി അവരുടെ സാന്നിധ്യത്തിൽ അവരെ സന്നിഹിതരാക്കിക്കൊണ്ട് അവര് സംഘടിപ്പിക്കുന്ന പരിപാടിയാകട്ടെ നമ്മൾ സംഘടിപ്പിക്കുന്ന പരിപാടികളിലേക്ക് അവരെ വിളിച്ചുകൊണ്ട് നോമ്പ് തുറപ്പിക്കലും സൽക്കരിക്കലും അവരെ സ്നേഹത്തോടുകൂടി വിളിച്ചിരുത്തലും അത് ഇസ്ലാമിക വിരുദ്ധമാണ്, ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ്. അപ്പോൾ പിന്നെ അവിടെ ആകെ പ്രശ്നത്തിലേക്ക് വരാൻ പോവുകയാണ്. കാരണം ഈ റമദാനു ഷരീഫിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? പാണക്കാട് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടിയിൽ ചെന്ന് നല്ല ഉജ്ജ്വല പ്രസംഗവും അതുപോലെ മറ്റും അവരുടെ നോമ്പ് തുറവിയിലുമൊക്കെ പങ്കെടുത്ത് പോരുന്നത്. അപ്പോൾ അത് വലിയൊരു സംഭവം സത്യത്തിൽ വിഷയം തന്നെയാണ്, പാടില്ലാത്തൊരു സംഗതി തന്നെയാണ്. അയാൾ സമസ്ത വിദ്യാഭ്യാസ ബോർഡിൻ്റെ ട്രഷററും കൂടെയാണ്, സമസ്ത SYSൻ്റെ പ്രസിഡൻറ്റും കൂടെയാണ്. ഇങ്ങനെ ഒരുപാട് സ്ഥാനം സുന്നത്തെ മഅത്തിൽ വഹിക്കുന്ന ഒരാൾ വഹാബിൻ്റെ പരിപാടിക്ക് പോകാൻ പാടില്ലായിരുന്നു. ഏതായാലും കുഞ്ഞാമ ബാക്കിയും കൂടിയും പറയട്ടെ. നോമ്പ് തുറക്കാൻ അവരെ നമ്മൾ ഒരുമിച്ച് കൂട്ടിയിരുത്താനോ അവര് വിളിക്കുന്ന പരിപാടിയിൽ നമ്മൾ പങ്കെടുക്കാനോ നമ്മൾ അവരെ സൽക്കരിച്ചിരുത്താനോ അത് നോമ്പുതുറയാകട്ടെ വിവാഹമാകട്ടെ മറ്റ് ഏത് സ്നേഹത്തിന്റെ സൗഹൃദത്തിന്റെ വഴികളിൽ അവരെ ഒരുമിച്ച് കൂട്ടിയിരുത്തുന്ന ഒരു ശൈലി അത് ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന് പ്രാമാണികമായി നമ്മൾ തുറന്നു പറഞ്ഞപ്പോൾ ഇപ്പോൾ വഹാബി കേന്ദ്രങ്ങളിൽ അങ്കലാപ്പുകൾ ആരംഭിച്ചിരിക്കുകയാണ്. ശരി, ഇവരത് തുറന്നു പറഞ്ഞപ്പോൾ വഹാബി കേന്ദ്രങ്ങളിലൊക്കെ എന്ത് അങ്കലാപ്പ് ബാധിച്ചിരിക്കുകയാണെന്നാണ്. അങ്ങനല്ല കുഞ്ഞാമ ഉണ്ടായിരിക്കണത്. ഇപ്പോൾ അങ്ങനല്ല ഉണ്ടായത്. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ അത് തുറന്ന് പറഞ്ഞപ്പോഴല്ലേ? സുന്നത്തെ ജമാഅത്ത് ഒരുപാട് കാലമായി പറയത് തുടങ്ങിയിട്ട്. അന്ന് മുതലേ വിഷയങ്ങൾ അത് ചെയ്യാൻ പാടില്ല എന്ന് പറയും. പക്ഷേ നിങ്ങൾ പറയപ്പെട്ട ഈ പാണക്കാട്ടുകാരായ ആളുകൾ പഴയ ആളുകളിൽപ്പെട്ടവരുണ്ടല്ലോ, അവരും എന്ത് ചെയ്തിട്ടുണ്ട്? വഹാബി ഈയുടെ പരിപാടിയിൽ പല പരിപാടിയിലും സംബന്ധിച്ചിട്ടുണ്ട്. മാത്രമല്ല ഉറുക്കും മന്ദിരവും കോഴിമുട്ടയിലെഴുതലും ഇതൊക്കെ ശിർക്കാണ് എന്ന് പറഞ്ഞ ചങ്ങായി ജീവൻ പോയ സമയത്ത് അവിടെ ചെന്നിട്ടും പാണക്കാട്ടുന്നൊരു തങ്ങളാ ചെന്നിട്ട് പറഞ്ഞത് തീരാ നഷ്ടമായി പോയി.
മുസ്ലിം സമുദായത്തിന് തീരാ നഷ്ടമായി പോയി അയാൾ ജീവൻ പോയത്. സത്യത്തിൽ അയാൾ ഈ സുന്നത്ത് ജമാഅത്തിന് ശക്തമായ വിരോധിയാണ് സുന്നത്ത് ജമാഅത്തിന്. അയാൾ പാണക്കാട് തങ്ങളെ പ്രത്യേകിച്ചെടുത്ത് കുറ്റം പറഞ്ഞ ആളിൽപ്പെട്ട ആളായിരുന്നു. അവിടെയും ചെന്നിട്ട് അയാൾ പോയത് വളരെ തീരാ നഷ്ടമാണ് എന്ന് പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാണ് അറിയോ? ഈ രാഷ്ട്രീയം തലീക്കയറിയ അങ്ങനെയാണ്. രാഷ്ട്രീയം തലീക്കയറിയ പിന്നെ ഓൽക്കൊന്നും അങ്ങോട്ട് ഏൽക്കൂല. ഓല് പിന്നെന്ത് ചെയ്യും? ആ രാഷ്ട്രീയത്തിന് പൊതുജനങ്ങളെ കിട്ടാൻ വേണ്ടിക്കൊണ്ട് അത് പലതും അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. അങ്ങനത്തെ ആൾക്കാരെന്ത് ചെയ്യരുത്? സുന്നത്ത് ജമാഅത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട കസാരയിലേക്ക് ഇരുത്താൻ പാടില്ല. അതാ നമ്മൾ പറയുന്നത്. നമ്മൾ പറയുന്നത് അതാണ്. സുന്നത്ത് ജമാഅത്തിൻ്റെ കസാലകളിലേക്ക് അങ്ങനത്തെ ആളുകൾ ഇരുത്താൻ പാടില്ല. അവർ ആലിമീങ്ങൾ, അവർക്ക് ഔലിയാക്കന്മാർ, ഇതൊന്നും ഓരെ സംബന്ധിച്ച് വിഷയാവൂല. കാരണം ഈ വഹാബികളൊക്കെ ഓരോ ഔലിയാക്കന്മാരെയും മറ്റും മടവൂര് CM നൗഷാദ് തന്നെ പറഞ്ഞതുണ്ട്. നൗഷാദ് പറഞ്ഞൊന്ന് കേട്ടു നോക്കാം നമുക്ക്. അതേ സമയത്ത് മുഹിയുദ്ദീൻ ശൈഖ് കാഫിറാണെന്നിവിടെ എഴുതി വെച്ച പുത്തൻവാദികളുണ്ട്. കണ്ടോ? മുഹിയുദ്ദീൻ ശൈഖ് കാഫിറാണ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അവർ. അങ്ങനത്തെ വഹാബികളുണ്ട് എന്നാണ്. CM വലിയുല്ലാഹി മഹാനരായ മടവൂർ ശൈഖുന മാനസിക രോഗിയാണെന്ന് എഴുതി വെച്ച മുജാഹിദുകളുണ്ട്. കണ്ടോ? CM വലിയുല്ലാഹി മാനസിക രോഗിയാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട് എന്ന് മുജാഹിദീങ്ങൾ. അല്ലാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധമായ ശരീരം ജീർണിച്ചു പോകുമെന്ന് എഴുതി വെച്ച ജമാഅത്തുകാരനുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരം, പരിശുദ്ധമായ ശരീരം ജീർണിച്ചു പോകുമെന്ന് എഴുതി വെച്ച ജമാഅത്തുകാരനുണ്ട്. ആ ജമാഅത്തുകാരൻ്റെ പരിപാടിക്കാണ് തങ്ങൾ പാപ്പ പോയിക്കണം കേട്ടോ. 100-ാം വാർഷിക സമാപന സമ്മേളനത്തിൻ്റെ മുഖ്യ പ്രഭാഷകനാണ് പോയിക്കണത്. അവിടെയാണ് അതിൻ്റെ പോയിന്റ് കിടക്കുന്നത്. സഹീഹുൽ ബുഖാരിയിലെ ഹദീസുകൾ വരെ തള്ളണമെന്ന് പറഞ്ഞ വഹാബിയുണ്ട്. സഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസ് തള്ളണമെന്ന് പറഞ്ഞ വഹാബികളും ഉണ്ട്. ഓല പരിപാടിക്കാണ് ഈ പോയിക്കണത് കേട്ടാ. ബുഖാരിയിൽ പഴവുണ്ടെന്ന് പറഞ്ഞവനുണ്ട്. ഒന്നും വിട്ടില്ല, അവസാനം ഖുർആനിലും പഴവുണ്ട് എന്ന് പറഞ്ഞു. എന്താ ഈ പറഞ്ഞ മൗലവിമാർ, ആ വഹാബികളും ജമാഅത്തെ ഇസ്ലാമിക്കാരും തബ്ലീഗുകാരും അവരെ കൂട്ടിയിട്ടുള്ളൊരൈക്യം നമുക്ക് വേണ്ട. അതിന് ഉസു പറഞ്ഞ ഈ കാര്യമാണ്. മുജാഹിദിനെയും ജമാഅത്തിനെയും തബ്ലീഗുകാരെയും കൂട്ടിക്കാണ്ടുള്ളൊരു ഐക്യം അത് നമുക്ക് വേണ്ട. ചിലയിടത്തിന് ഉസു പറയുന്നിടത്ത് അങ്ങനെ ഒരു പോയിന്റ് ഉള്ളതുണ്ട് കേട്ടോ. ഉസുവിനെ പറ്റാങ്ങോട്ട് ഇതാക്കല്ലേ ഇങ്ങോട്ട്. ഉസു പറഞ്ഞ എന്താന്ന് വെച്ചാൽ മുജാഹിദിനെയും ജമാഅത്തിനെയും തബ്ലീഗിനെയും കൂട്ടിക്കാണ്ട് അങ്ങനത്തെ ഒരു ഐക്യം നമുക്ക് വേണ്ട. എന്നാൽ ഇബലെ കൂട്ടിക്കാണ്ട് പറ്റും, അത് വേറെ വിഷയം. കള്ള തൊരീക്കത്തേരാണ്, അതിനേക്കാളും ചക്കരയാണ്. അത് അല്ലാഹുവിൽ നിന്നുള്ള സഹായത്തിന് തടസ്സമാണ്. റസൂലിൽ നിന്നുള്ള സഹായത്തിനത് തടസ്സമാണ്. നമുക്ക് സൂഫിയാക്കളെ, ഔലിയാക്കളെ അംഗീകരിക്കുന്ന ആളുകളുടെ കൂട്ടായ്മയാണ് വേണ്ടത്. എന്നാൽ അത് ഫലം കാണും. വഹാബിയുടെ തോളും പിടിച്ച് അവന്റെ കൂടെ പോയിരുന്നിട്ട് ഒരു പ്രതിഷേധം നമുക്ക് വേണ്ട. അപ്പൊ നമ്മള് വഹാബികളെ തോള് പിടിച്ചു കണ്ടുള്ളൊരു പ്രതിഷേധം വേണ്ട. ഇനി കള്ളൗലിയാക്കന്മാരെ തോള് പിടിച്ചിട്ടോ അതും വേണ്ട. സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ പിന്നിൽ നിൽക്കാൻ നാം എല്ലാവരും ശ്രമിക്കുക. സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ സ്നേഹിക്കുക. അതാണ് സുന്നത്ത് ജമാഅത്ത്.